ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 118ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയാം. യോബ് 33 മുതൽ 36 വരെ, റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം. ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കേട്ടോ. എല്ലാവരും വായിച്ച് റെഡി ആയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ആദ്യത്തെ ചോദ്യം, ആരുടെ പ്രാണനാണ് യുവാക്കളായിരിക്കുമ്പോൾ തന്നെ നഷ്ടമാകുന്നത്? ആരുടെ പ്രാണനാണ് യുവാക്കളായിരിക്കുമ്പോൾ തന്നെ നഷ്ടമാകുന്നത്? രണ്ടാമത്തെ ചോദ്യം, യഹോവയായ ദൈവം മനുഷ്യനോട്, അതായത് ആദാമിനോട് പറഞ്ഞ ഒരു സമാന വാചകം കേട്ടോ. വാചകം എലിഹു പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. യഹോവയായ ദൈവം മനുഷ്യനോട്, അതായത് ആദാമിനോട് പറഞ്ഞ ഒരു സമാന വാചകം എലിഹു പറഞ്ഞിട്ടുണ്ട്. എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കരസ്പർശനം ഏൽക്കാതെ നീങ്ങിപ്പോകുന്നത് ആര്? കരസ്പർശനം ഏൽക്കാതെ നീങ്ങിപ്പോകുന്നത് ആര്? നാലാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ജീവി, ഒരു കടൽ മത്സ്യം, 2 വൃക്ഷം എന്നിവ ഉൾപ്പെട്ട 4 അക്ഷര പദം ഏത്? ഒരു ജീവി, ഒരു കടൽ മത്സ്യം, 2 വൃക്ഷം എന്നിവ ഉൾപ്പെട്ട 4 അക്ഷര പദം ഏത്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 6 അക്ഷരമുള്ള ഒരു പദം 1-2 അക്ഷരങ്ങൾ ചേരുമ്പോൾ ഫലം എന്നർത്ഥം, 3-4 അക്ഷരങ്ങൾ ചേരുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു മത്സ്യത്തിന്റെ പേര്, 1-4 അക്ഷരങ്ങൾ ചേരുമ്പോൾ കൊയ്തു കൂട്ടിയ ധാന്യങ്ങളുടെ ഒരു കെട്ട് എന്നർത്ഥം, 1, 5, 6 എന്നീ അക്ഷരങ്ങൾ ചേരുമ്പോൾ ആവരണം എന്നർത്ഥം. ഏതാണ് 6 അക്ഷരമുള്ള വാക്ക്? ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. 6 അക്ഷരമുള്ള ഒരു പദം 1-2 അക്ഷരങ്ങൾ ചേരുമ്പോൾ ഫലം എന്നർത്ഥം, 3-4 അക്ഷരങ്ങൾ ചേരുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു മത്സ്യത്തിന്റെ പേര്, 1-4 അക്ഷരങ്ങൾ ചേരുമ്പോൾ കൊയ്തു കൂട്ടിയ ധാന്യങ്ങളുടെ ഒരു കെട്ട് എന്നർത്ഥം, 1, 5, 6 അക്ഷരങ്ങൾ ചേരുമ്പോൾ ആവരണം എന്നർത്ഥം. ഏതാണ് 6 അക്ഷരമുള്ള വാക്ക്? ആഭരണമല്ല കേട്ടോ, ആവരണം എന്നുള്ളതാണേ. അപ്പോൾ എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശരിയായിട്ടുള്ള ഉത്തരം എങ്ങനെയാണ് അയക്കേണ്ടതെന്ന് അറിയാലോ. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ആൻസേഴ്സും വിത്ത് റെഫറൻസ് ചേർത്താണ് അയക്കേണ്ടത്. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം നാളെ രാവിലെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഉത്തരങ്ങളുമായിട്ട് നാളെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.